എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളുടെ ക്ലാസ്സിലേക്ക്, അതായത് ഈ ഒരു ചെറിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അർജൻറ്റ് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു റെക്കോർഡ് ആയിട്ട് വന്നിരിക്കണേ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കൊല്ലം കൺഫർമേഷനൊക്കെ അയച്ചു, എക്സാമിന് റെഡി ആയിട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 16 എക്സാമിൻ്റെ ഡേറ്റ് വന്നിരുന്നത്. അപ്പം മാനസികമായിട്ടും എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് നമ്മൾ എക്സാമിനോട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു, എഴുതാനായിട്ട് മാനസികമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് എല്ലാ സൈറ്റിലും എക്സാം ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ ഒരുപാട് കുട്ടികൾ കോണ്ടാക്ട് ചെയ്തിരുന്നു, ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട്. മാം അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ PSC ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഞാൻ പറയാം. അതായത് അവർ ഈ എക്സാം ക്യാൻസൽ തന്നെ ചെയ്തിരിക്കുകയാണ്. ആദ്യം പറഞ്ഞത് ചെയ്തിട്ടില്ല എന്നായിരുന്നു, പക്ഷേ പിന്നീട് വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എക്സാം ക്യാൻസൽ ചെയ്തു, അത് നടത്തില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതായത് ഇനി കൊല്ലം UPക്ക് വേണ്ടി സ്വിംഗ് ടീച്ചറുടെ ഒരു എക്സാം ഇനി വരില്ല എന്ന് തന്നെയാണ്, ഇനി ഇല്ല, അത് ക്യാൻസൽ റദ്ദാക്കിയെന്ന് തന്നെയാണ് അവർ പറയുന്നത്. PSC ഓഫീസിലേക്ക് വിളിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഓക്കെ, അത് നമ്മളെ ഒരുപാട് കുട്ടികളിങ്ങനെ കോണ്ടാക്ട് ചെയ്തത് കാരണമാണ്. അതായത് അതിനെപ്പറ്റി ഒന്ന് ഇടണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതൊന്ന് അറിയിക്കുന്നത്, മനസ്സിലായോ. അപ്പോൾ അത് തെറ്റായിട്ട് ഇൻഫർമേഷൻ കാരണമാണ്. അപ്പോൾ നിലവിലിപ്പോൾ കൊല്ലത്ത് UPയിൽ സ്വിംഗ് ടീച്ചർ തസ്തിക ഒഴിവില്ല, നിലവിലില്ല, UPയിലില്ല എന്നാണ് നമ്മളവരെ വിളിച്ചപ്പം അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ടും എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുടെ പ്രതീക്ഷ ആണ് നശിക്കുന്നത്. അതായത് എന്താ പറയുക, വിശ്വസിച്ച് കാത്തിരുന്ന് എക്സാം എഴുതി ലിസ്റ്റിൽ വരാനും ജോലിയിൽ കയറാനും ഒക്കെ മെൻ്റലി പ്രിപ്പയർഡായിട്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾക്കാണ് ഇത് ഒരു ഇതാവുന്നത്. എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസ്. അപ്പോൾ അത് നിങ്ങളിന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് സെഷൻ, 5 മിനിറ്റും കൂടി ഉണ്ടാവില്ല, അതൊരു സെഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ 2-3 പേര് കോണ്ടാക്ട് ചെയ്തിരുന്നു, ഞാനും കൂടി PSC ഓഫീസിലേക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി അത് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം അറിയുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ അറിയുന്നത് തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ക്ലാസ്സുകൾ ഇനിയും തുടരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മളുടെ മുമ്പിലുള്ളത് വയനാട് ഇടുക്കിയുടെ എക്സാമുകളാണ്. സെപ്റ്റംബർ 12 എക്സാമിൻ്റെ ഡേറ്റ്. അത് എല്ലാവർക്കും അറിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ, അതിന് വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കുക, വെൽ പ്രിപ്പയർഡായിട്ടിരിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇനി ഉണ്ടാവും. അതിന് മുമ്പ് ജൂലൈ 9 ഒരു എക്സാം വരുന്നുണ്ട്, അതിനൊക്കെ റെഡിയായി തന്നെ വിചാരിക്കുന്നു. അതിന് മുൻപേ ഒരു ക്ലാസ് തരണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നോക്കട്ടെ ഏത് രീതിയിലാവും പറ്റും എന്നുള്ളത് നോക്കട്ടെ, അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ആരും തളരരുത്. ഇത് ഇങ്ങനെ വന്നത് എന്തിനെങ്കിലും നല്ലതിനായിരിക്കണം. ഇനിയിപ്പം നമുക്കൊന്നും ചെയ്ത് നമ്മുടെ കയ്യിൽ നിൽക്കണ വിഷയമൊന്നും അല്ല. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരോടൊന്ന് പറയുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയാണ് അവസ്ഥ അവസ്ഥ മീൻസ് ഇങ്ങനെയാണ് PSCയിലേക്ക് വിളിച്ചപ്പം കിട്ടിയിട്ടുള്ള വിവരം ഇതാണ്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.